നമസ്കാരം. ആലുവ നഗരസഭയിലെ മിടുക്കിയായ കൗൺസിലർ കെ വി സരളയാണ് എന്നോടൊപ്പം ഉള്ളത്. ഒരു കൗൺസിലർ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ് നമ്മുടെ കൗൺസിലർ സരള. നേരത്തെ കോൺഗ്രസിലെ പ്രവർത്തകയായിരുന്നു, ഇപ്പം സ്വതന്ത്രയായി മത്സരിച്ച് ജയിച്ച് ഈ ആലുവ നഗരസഭയിലെ 8ാം വാർഡ് എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത വികസനം നടന്നുകൊണ്ടിരിക്കുന്ന വാർഡാണ്. ഈ വാർഡിൽ ഇപ്പോൾ ഞങ്ങൾ കൊണ്ട് വന്നപ്പോഴാണ് JCB ആയിട്ട് സാധാരണ JCB കൊണ്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ JCB യുടെ കൂടെ നിന്നിട്ട് JCB കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഇത്തരം ഒരു എന്താ പറയുക, ഒരു പുലി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാവുന്ന കൗൺസിലറാണ് കെ വി സരള. ബാക്കി കാര്യങ്ങൾ സരള തന്നെ നമ്മുടെ കലാകൗമുദി പ്രേക്ഷകരോട് പറയും. ഓക്കെ. കലാകൗമുദി പ്രേക്ഷകർക്ക് ഒരു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു ചെറിയ സംഭാഷണം. 1975 ഞാൻ തോൽവി ഏറ്റെടുക്കേണ്ടി വന്നു 3ാം വാർഡിൽ നിന്ന്. അത് കഴിഞ്ഞ് 2000 ഞാൻ 4ാം വാർഡിൽ നിന്നാണ് ആലുവ മുനിസിപ്പാലിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ തോൽവി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. എന്നെ കൂടുതലും ആളുകൾ അന്ന് അറിഞ്ഞിട്ടുണ്ട്. 2000 മുതൽ 2008 വരെ ആലുവ പുഴയെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. രാത്രി കാലങ്ങളിൽ മണൽവാരിൽ എല്ലാം വളരെ ശക്തമായിട്ട് തന്നെ ഇറങ്ങും. പോലീസുകാരും എല്ലാവരും ഉണ്ടാവും. അങ്ങനെ പോയാണ് നമ്മളിന്ന് ഒരു നിലയിൽ വന്നു. ഇപ്പോൾ നോക്കിയാൽ വെള്ളത്തിൽ ഇഷ്ടമാതിരി വഞ്ചികൾ കിടക്കണം അടിച്ചു പൊളിച്ചത്. പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം 2004 അവിടെ നിന്ന് 2000 അവിടെ നിന്ന് ജയിച്ചു പോകുന്നെങ്കിൽ 2005 ഞാൻ ഇപ്പത്തുനിന്ന് ജയിച്ചു. പിന്നെ ഞാൻ അപ്പുറത്തേക്ക് പോയിട്ടില്ല. പിന്നെ എൻ്റെ താവളം ഇത് തന്നെയാണ്. അപ്പോൾ നിരന്തരം ഓരോ 8ാം വാർഡ് 7ാം വാർഡ് 6ാം വാർഡ് ഇങ്ങനെ ജയിച്ച് ഇപ്പോൾ ഞാൻ 8ാം വാർഡിൽ വന്ന് നിൽക്കുന്നു. അടുത്ത പ്രാവശ്യം ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. അവർ പറയുന്നുണ്ട് സരള അടുത്ത പ്രാവശ്യം ഈ വാർഡിലേക്ക് തന്നെ വരണം. എന്താ വെച്ചാൽ ഈ വാർഡിൽ നിന്ന് നല്ല ഭൂരിപക്ഷം ഉണ്ടായി അന്ന് എനിക്ക് മുന്നിൽ. ഞാൻ ജയിച്ചു തുടങ്ങിയ പിന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എനിക്കാണ്. ഈ തവണ ഈ സ്വാതന്ത്ര്യമായി നിന്നിട്ട് പോലും കോൺഗ്രസ്സിന് വെറും 97 വോട്ടിന് പരാജയപ്പെട്ടു. എനിക്ക് 525 വോട്ടിൽ 220 വോട്ട് എനിക്ക് കിട്ടി. അതിൽ 178 ഭൂരിപക്ഷത്താണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ വികസനം. എവിടെ നിന്നൊക്കെ പൈസ മേടിച്ച് നമുക്ക് നമ്മുടെ വാർഡ് നന്നാക്കാൻ പറ്റുമോ അത് ചെയ്യും. പിന്നെ അത് തന്നെയല്ല, പൊതുജനങ്ങൾക്ക് ആവശ്യങ്ങളായ വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, സർക്കാർ ഓഫീസുകളെല്ലാം പോകും. എല്ലാവർക്കും അറിയാം. ഞാൻ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനാണെന്നുള്ളത് അറിയാം. ഏത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാലും ഞാനാണെന്ന് അറിയാം അവർക്ക്. ഇപ്പോൾ നടക്കുന്ന വർക്ക് എന്തൊക്കെയാണ്? ഇപ്പോൾ നടക്കുന്ന വർക്ക് ഞങ്ങൾക്ക് ഈ തവണ കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ തവണ 2.5 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റി തന്നിട്ടുള്ളൂ. അപ്പോഴാണ് ഇവർ ഇങ്ങനെ മെട്രോൻ്റെ ഇത് വന്നു. മെട്രോൻ്റെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ സഹായം ഞാനാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ചിട്ട് ഇപ്പം നമ്മൾ ഗോൾഡ് ഫോർട്ടിൻ്റെ ഒരു യാർഡ് പിടിച്ചു കൊടുത്തു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ നേരെയുള്ളൊരു യാർഡ് പിടിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര സ്ഥലം. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ നമ്മളെ വിളിക്കാനും തുടങ്ങിയെല്ലാം. അങ്ങനെ വന്ന് ഞാൻ ബെഹ്റയെ കാണാൻ പോയി. ബെഹ്റയെ കണ്ട് ഒരു ലെറ്റർ കൊടുത്തു. സാർ ഇങ്ങനെ 2 റോഡ് എനിക്കൊന്ന് ശരിയാക്കി തരണം എന്നുള്ളത് കൊടുത്തു. അങ്ങനെ അപ്പം തന്നെ അത് സാങ്ഷനാക്കി കൊടുത്തു. പണിയും തുടങ്ങി. എൻ്റെ വാർഡിലെ പണി പകുതി ആയിട്ടുള്ളൂ. എന്താ വെച്ചാൽ പൈപ്പില്ലാത്ത തരം പൈപ്പ് തിങ്കളാഴ്ച ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്ത റോഡും പിന്നെ ചെയ്തു തരാമെന്ന്. ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് ഏതാ? ഇപ്പോൾ നമ്മുടെ JCB കൊണ്ടുവന്നിട്ട് വന്നത് ഇവരുടെ തന്നെ മെട്രോക്കാരുടെ വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ടേക്കുള്ള റോഡ് അല്ല, അത് നമ്മൾ പറഞ്ഞിട്ടാണ് അവർ ചെയ്യണത്. അല്ല, ഇപ്പോൾ ഈ ആലുവ മേൽപ്പാലത്തേക്കുള്ള ഈ റോഡല്ലേ ഇപ്പോൾ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്? അതെ, ഈ മേൽപ്പാലത്തിലേക്കുള്ള മണപ്പുറത്തേക്കുള്ള റോഡ്, ശിവരാത്രി വരുന്നാലും മണപ്പുറത്തേക്കുള്ള റോഡ്. എന്നുവെച്ചാൽ രാത്രി 12 മണിക്ക് ഇവിടെ നിന്ന് തിരക്ക് തുടങ്ങിയാൽ ഇതിലെ ഒരാൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. എങ്ങനെയാണ് ഇത് മാറ്റുന്നത്? റോഡ് ഏതൊക്കെ രീതിയിലാണ് മാറ്റം വരുത്തുന്നത്? മാറ്റം വരുത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കാണ പൊളിച്ചത്രയായി. കാണെ സ്ലാബ് ഇടും. സ്ലാബ് ഇട്ടിട്ട് ടൈല് വിരിക്കുമ്പോൾ സ്ലാബും ടൈലും ഒരേ ലെവലിൽ വരും. അപ്പം നമുക്ക് റോഡിൽ വണ്ടികൾ പെട്ടെന്ന് അങ്ങോട്ട് ഒരു വണ്ടിയല്ല 2 വണ്ടി പോകാനുള്ള ഇതുണ്ട്. അങ്ങനെയാണ് ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പം അത് കാരണം ആ ഒരു രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകാണ്. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ ഇവരുടെ പണിയെല്ലാം ഞാൻ വീക്ഷിച്ചും കൊണ്ടേ ഇരിക്കണത്. എന്താ വെച്ചാൽ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി വരെ ഞാൻ ഇവരുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. എന്തെല്ലാം പണി ചെയ്തിട്ടുണ്ട്. ഇത്രയും നല്ലൊരു വർക്ക് എന്ന് പറഞ്ഞാൽ 28 ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബെഹ്റ പറഞ്ഞത് 28 കോടിയുടെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. വളരെ ഇതായിട്ടാണ് നടക്കുന്നത്. എന്താ പാലക്കാരുകാരാളിട്ട് ആ സാറ് വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് നോക്കാം, അങ്ങനെ പണിക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനായിട്ട് ഇവർക്ക് പറ്റും. ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാൻ ലൈറ്റുകൾ ഇടുന്നുണ്ട് അവർ. ഇപ്പോൾ ലൈറ്റുകൾ ശിവരാത്രിക്ക് മുമ്പ് കുറച്ച് ലൈറ്റുകൾ കത്തിക്കണമെന്നുണ്ട്. അതിൻ്റെ സംവിധാനം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.